ഒരു ചെറിയൊരു അനുഭവം പറഞ്ഞ് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ചെറിയൊരു അനുഭവം. നിങ്ങൾ നാളെ ഇതും വെച്ചിട്ടൊന്നും കളിയാക്കൊന്നും ചെയ്യരുത്. ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന ഒരു ചെറിയ സംഭവം പറയാം. എനിക്ക് തോന്നുന്നത് 4ാം ക്ലാസ്സിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും കറക്റ്റൊന്നുമല്ല, 4ലോ 5ലോ ആ ഒരു സമയത്ത് എൻ്റെ ലൈഫിൽ നടന്നൊരു സംഭവമാണ്. സാധാരണ നമുക്കൊക്കെ അറിയാം, നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച ഞങ്ങളുടെ കാത്തലിക്സിൻ്റെ രീതിയിൽ ദുഃഖ വെള്ളിയാഴ്ച കാലത്തെ കുർബാന കഴിഞ്ഞ് ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനകളും കുരിശിൻ്റെ വഴിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരും. സാധാരണ ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് ഭക്ഷണമൊന്നും കിട്ടില്ല, കാരണം അന്ന് ഫാസ്റ്റിംഗ് ആണ്. ഞങ്ങൾക്ക് ആ സമയത്ത് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വലിയ അലർജിയുള്ളൊരു സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വൈകിട്ട് സാധാരണ ഈ യേശുവിൻ്റെ ശവമഞ്ചം ചുമന്നു കൊണ്ടുപോകുന്ന കിലോമീറ്ററുകളുള്ള പരിഹാര പ്രദക്ഷിണം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നഗരി കാണിക്കൽ എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ നീണ്ട ഒരു പ്രസംഗമാണ് അച്ഛൻ്റെ. അപ്പോൾ ഈ പ്രദക്ഷിണം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നതിൻ്റെ ദേഷ്യമുണ്ട്, ഒന്നും കിട്ടാത്തതിൻ്റെ സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ട്. ഇതിന് ശേഷമാണ് നമ്മൾ പള്ളിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ പ്രസംഗം ഇത് അത്രയും കൂടി താല്പര്യമില്ല, നമുക്കാണെങ്കിൽ ഇത് കേൾക്കാൻ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ ഒരു വിരസത, അങ്ങനെയല്ലേ പറയുന്നത്, അങ്ങനെയാണെന്ന് തോന്നുന്നു മലയാളം വാക്ക്. ഓക്കെ. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ പതിയെ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ്, ഞങ്ങളുടെ പള്ളിയിലാണെങ്കിൽ ഫ്രണ്ടിൽ മൊത്തം ഈ മണലിൽ കിട്ടുന്ന ഒരു കല്ലുണ്ടല്ലോ, അതിനെന്താ പറയുന്നത്, വെള്ളാരം കല്ല് അല്ലേ, ചെറിയ ചെറിയ കല്ലുകൾ. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ വെറുതെ വാരി പറക്കിയിട്ട്, ആരെയും എറിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടല്ല, ചുമ്മാ കുറച്ച് വാരി എടുത്തിട്ട് വെറുതെ ഇങ്ങനെ എറിഞ്ഞിങ്ങനെ നടന്നു പോരുന്ന സമയത്ത് ഒരു കോഴി, നല്ലൊരു പൂവൻകോഴി വെറുതെ അവിടെ നിൽക്കുന്നു. ഞാൻ വലിയ ശക്തിയോടൊന്നും അല്ല, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കട്ടെ നിനക്ക് വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എറിഞ്ഞു. അതിൻ്റെ തലയിൽ കൊണ്ടു, അത് കൃത്യമായി അവിടെ പെടഞ്ഞു വീണ് മരണമടഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ദുഃഖ വെള്ളിയാഴ്ചയാണ്. കോഴി എനിക്ക് വേണ്ടി മരിച്ചതാണോ, നാട്ടുകാർക്ക് വേണ്ടി മരിച്ചതാണോ, കോഴിയുടെ ഉടമസ്ഥന് വേണ്ടി മരിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കോഴി മരിച്ചു. ഞാൻ ചുറ്റും നോക്കി, ആരും കണ്ടില്ല, നമ്മളൊന്നും മിണ്ടിയില്ല, നമ്മളൊന്നും അറിഞ്ഞില്ല. ഞാൻ പതിയെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവിടെ ഉണ്ടായിരുന്ന അത്യാവശ്യം എന്തൊക്കെയോ വാരിപ്പറക്കി തിന്ന് സംഭവം ഒഴിവാക്കി. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ, അവിടുത്തെ സാധാരണ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരു കലങ്കുണ്ട്. കലങ്കിലാണല്ലോ സാധാരണ അപ്പച്ചന്മാരൊക്കെ വന്നിരുന്ന്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അന്ന് ഇപ്പോൾ രാജീവ് ഗാന്ധി ഒന്ന് രാജിവെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുകയോ ചെയ്താൽ അത് തീർപ്പാക്കുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കലങ്കിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ്. അതായത് ഡൽഹിയിൽ നടക്കുന്ന പ്രശ്നമാണെങ്കിലും അത് തീർപ്പാക്കുന്നത് ഞങ്ങളുടെ കാരണവന്മാർ അപ്പച്ചന്മാർ വന്നിരുന്ന് ഞങ്ങളുടെ ആ കലങ്കിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഈ പ്രശ്നമൊക്കെ തീർക്കുന്നത്. അപ്പോൾ ഇതും ഒരു പ്രശ്നമായി. കോഴിയുടെ ഉടമസ്ഥൻ കോഴീനും പിടിച്ചുകൊണ്ട് വന്നേക്കാണ്, ഈ പ്രശ്നം ഒന്ന് തീർക്കുക, ഇതാണ് അവിടുത്തെ പ്രശ്നം. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനാണ് കൊന്നതെന്നൊന്നും ആരും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് ഈ പ്രശ്നം എങ്ങനെ തീരുമെന്ന് അറിയാനായിട്ട് ഞാനവിടെ ചെന്നപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവനാണ് എൻ്റെ കോഴീനെ കൊന്നെന്ന് എടുത്തു വയ്ക്ക് പറയുക. ഞാൻ വിചാരിച്ചു ഇത് ആരണോ കണ്ടേ. എന്നോട് വളരെ സ്നേഹമുള്ളൊരു ചേട്ടൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കോഴീനെ കല്ലെറിയത് അദ്ദേഹം കാണുകയും ചെയ്തു. പുള്ളി അപ്പം തന്നെ പോയിട്ട് എളാപ്പൻ്റെ കോഴീനെ ഇന്ന ചെറുക്കൻ കല്ലെറിഞ്ഞ് അവിടെ ചത്ത് കിടക്കുന്നുണ്ട്, കോഴീനെയായിട്ട് വന്നു. സംഭവം തീർപ്പാക്കണം. എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര ആഹ്ലാദവും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഞാൻ വിചാരിക്കും ഈ ഒരു മണിക്കൂറുള്ള സെക്ഷൻ ഇതുപോലെ തന്നെ ചിരിച്ചിരിക്കണം. നിങ്ങളാരും ഉറങ്ങുമൊന്നും ചെയ്യരുത്. കോഴീനെ കൊന്നതിൻ്റെ കാര്യമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കേൾക്കാൻ. ഇത് കഴിഞ്ഞ് ബൈബിൾ എടുക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങരുത്. ഓക്കെ. അപ്പോൾ ഇത് തീർപ്പാക്കാനായിട്ട് അവിടെ എല്ലാവരും വന്നു. കോഴീനെ കൊന്നു. എന്തായാലും കോഴിയുടെ പാട്ടിന് പോയി. ഇനി എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ അപ്പച്ചനും വന്നു. അപ്പോൾ എൻ്റെ അപ്പം വന്നിട്ട് ഇനി തീർപ്പാക്കണമല്ലോ, ഇനി പ്രശ്നം അവസാനിപ്പിക്കണം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൂത്ത ഒരു കാർന്നോര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ആ കോഴിയുടെ വില എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. എൻ്റെ അപ്പൻ്റെ പേര് ആൻ്റണി എന്നാണ്, വിളിക്കുന്നത് അന്തോണിക്കുട്ടി എന്നാണ്. അപ്പോൾ അന്തോണിക്കുട്ടി ഒരു കാര്യം ചെയ്യുക, ആ കോഴിയുടെ പൈസ എത്രയാണെന്ന് വെച്ചാൽ അങ്ങ് കൊടുക്കുക. അപ്പോൾ സാധാരണ നാട്ടു നടപ്പല്ലാത്ത ഒരു വില പറഞ്ഞു കോഴിക്ക്. നാട്ടു നടപ്പൊന്നുമല്ല, അതിനേക്കാളും വലിയൊരു വില പറഞ്ഞു. അപ്പം പറഞ്ഞു, എന്തായാലും എൻ്റെ മോൻ കാണിച്ച കുരുത്തക്കേടിന് ഞാനിത് പരിഹാരം കണ്ടേ പറ്റൂ. ഓക്കെ, പൈസ എത്രയാണെന്ന് വെച്ചാൽ തരാമെന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ പോയി പൈസ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കാൻ വന്നപ്പം കോഴിയുടെ ഉടമസ്ഥൻ പറഞ്ഞു, പൈസ ഓക്കെ, പൈസ പുള്ളി വാങ്ങി, കോഴീനെ കൊണ്ട് പുള്ളി തിരിയുക. അപ്പം അപ്പം പറഞ്ഞു, ആ പരിപാടി നടക്കത്തില്ല, കോഴീനെ കൊണ്ട് തന്നേക്കാൻ പറഞ്ഞു. കോഴി എന്തായാലും ചത്തു, ഇനിയിപ്പോൾ കോഴീനെ നിങ്ങൾക്ക് വേണ്ട, പൈസ കൊടുക്കുകയും ചെയ്തു. ഇനി കോഴിയുടെ ഉടമസ്ഥത ആർക്കാ? ആ പൈസ കൊടുത്ത ആൾക്കാണ്. അപ്പോൾ കോഴീനെ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, അത് നടക്കൂല, കോഴി എൻ്റെ നഷ്ടപ്പെട്ട കോഴിക്കുള്ള പൈസ നീ തന്നു, കോഴി എൻ്റെ തന്നെ. ഇത് നീതിയാണോ അനീതിയാണോ? നീതിയാണോ? ഓക്കെ.
അവിടെ വലിയ കോലാഹലം സൃഷ്ടിച്ചു, മണിക്കൂറുകൾ എടുത്തു. അവിടെയുള്ള ഒരു ന്യായാധിപനും ഇതിലൊരു നീതിപൂർവമായുള്ളൊരു വിധി കൽപ്പിക്കാൻ പറ്റിയില്ല. അവസാനം അപ്പം പരാജയപ്പെട്ടു. അപ്പം പറഞ്ഞു, എന്നാൽ പിന്നെ കോഴിനെ എളാപ്പം തന്നെ. ഇതൊക്കെ ചേട്ടനിയന്മാരാട്ടോ. അതുകൊണ്ട് ആ സ്നേഹബന്ധത്തിൻ്റെ സംഭവത്തിൽ അദ്ദേഹം കോഴിനെയും കൊണ്ടുപോയി, പൈസയും കൊണ്ടുപോയി, സംഭവം അവിടെ അവസാനിപ്പിച്ചു. നമ്മൾ നോക്കുക, നമ്മളൊരു പ്രശ്നത്തിൽ നമുക്കിതുപോലൊരു പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ എപ്പോഴും നീതിയോടെ ന്യായത്തോടെ കാര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്ത് പറയുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും, ഇല്ലേ? എല്ലാവർക്കും സമതനായ ആളുകൾ, കാരണവന്മാരായിട്ടുള്ള കുറച്ച് പ്രായം ചെന്ന ആളുകളുണ്ടാവും. ഒരു പ്രശ്നം വരുമ്പോൾ ചേട്ടനനിയന്മാർ തമ്മിൽ പ്രശ്നമോ, മക്കൾ തമ്മിൽ പ്രശ്നമോ, അയൽവക്കക്കാർ തമ്മിൽ പ്രശ്നമോ, ഇപ്പോൾ അയൽവക്കക്കാർ തമ്മിൽ പ്രശ്നമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം, അല്ലേ? അല്ലെങ്കിൽ വാർഡ് മെമ്പർ ആകാം. എല്ലാവർക്കും സമതനായ ചില ആളുകൾ വന്ന് അതിനൊരു ന്യായം കൽപ്പിക്കുന്ന ഒരു രീതി പൊതുവെ നമ്മുടെ നാട്ടിലുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ആർക്കും അനുകൂലമല്ലാത്ത യഥാർത്ഥ നീതിമാനായ നീതിയോടെ ഒരു കാര്യത്തെ വിധിക്കാൻ കഴിവുള്ളവൻ ആരാണ്? നമുക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ചേട്ടനെയും അനിയും തമ്മിൽ അടിയായി, അപ്പനാണ് വിധിയേൽപ്പിക്കുന്നെങ്കിലും അമ്മയാണ് വിധിയേൽപ്പിക്കുന്നെങ്കിലും അതിൽ കുറച്ചൊക്കെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാകാം, അല്ലേ? ചെറിയ രീതിയിൽ. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ മൂത്തവനുണ്ട്, ഇളയതുണ്ട്. ഇവർ തമ്മിലൊരു അടിയായി കഴിഞ്ഞാൽ നല്ല രസമാണ്. അതായത് 10-11 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവർ തമ്മിലൊരു അടിയായി കഴിഞ്ഞാൽ നമ്മളൊരു ന്യായം പറയുമ്പോൾ മറ്റവൻ പറയുന്നത് ഞാൻ ചെയ്തതല്ലേ ശരിയായിരിക്കാം, അവൻ്റെ ഭാഗത്തായിരിക്കും ശരി. പക്ഷെ നമ്മൾ അവിടെ പ്രശ്നം സോൾവ് ചെയ്യാൻ നമ്മൾ ചെറുതിൻ്റെ ഭാഗത്തായിരിക്കും നിൽക്കുന്നത്. കാരണം അത് ചെറുതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതിനൊരു കൺസിഡറേഷൻ കൊടുക്കുന്നത്. ഇതുപോലെ അപ്പനാകട്ടെ അമ്മയാകട്ടെ മാനുഷികമായി ആര് വിധി കൽപ്പിച്ചാലും അതിനൊരു സൈഡ് ചേർന്നുള്ളൊരു നീതിയായിരിക്കും എപ്പോഴും പോകുന്നത്. നമുക്കൊരു കൃത്യമായ നീതി ഒന്നും ആയിരിക്കില്ല, സാഹചര്യമായിരിക്കാം. അപ്പോൾ ഈ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു രീതിയായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒരിക്കലും യഥാർത്ഥ നീതി നമുക്കവിടെ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ കോടതിയാണെങ്കിലും ചില കാര്യങ്ങൾ നമുക്കറിയാം, ഔട്ട് ഓഫ് സെറ്റിൽമെൻറ്റ്, അതായത് കോടതിക്ക് പുറത്ത് നിങ്ങളൊന്ന് പറഞ്ഞ് പരിഹരിച്ച് ഈ പ്രശ്നത്തെ ഒന്ന് അവസാനിപ്പിക്കാൻ പറയും. ഇങ്ങനെ എല്ലാ കാര്യത്തിലും എല്ലാ രീതിയിലും എല്ലാ സംഭവത്തിലും ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ദൈവികമായ കാര്യത്തിൽ ഇങ്ങനെ പോകാൻ പറ്റുമോ? ഒരു കാര്യത്തെ വിധിക്കണമെങ്കിൽ ആര് വിധിക്കണം, എങ്ങനെ വിധിക്കണം, ഏതാണ് വിധി കൽപ്പിക്കേണ്ടത്? നമുക്കൊരു ഒരു ദൈവവചനം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം 25-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 18-25. കുറച്ച് ഏറെ വചനങ്ങൾ വായിക്കാനുണ്ട്. വളരെ അലേർട്ടായി നമുക്ക് പെട്ടെന്ന് വചനങ്ങളെടുത്ത് നമുക്ക് വായിച്ചു പോകാം. ദുഷ്ടന്മാരോടും നീതിമാന്മാരെയും സംഹരിക്കുക, അത് അങ്ങിൽ നിന്നും ഉണ്ടാകാതിരിക്കട്ടെ. ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ. ആമേൻ. അവിടെ നമുക്ക് സാഹചര്യം നമുക്കറിയാം. ദുഷ്ടനെയും നീതിമാനെയും ദൈവം ഒരുപോലെ വിധിക്കുമോ? ഒരുപോലെയാണ് വിധിക്കുന്നത്. ദുഷ്ടന് ദുഷ്ടന്റെ വിധി, നീതിമാന്റെ വിധി. ദൈവത്തിന്റെ വിധി ഇറങ്ങി വരുമ്പോൾ ദുഷ്ടനും നീതിമാനും ഒരുപോലെ സഹിക്കേണ്ടി വരുമോ? ദൈവം അങ്ങനെ ചെയ്യത്തില്ല. ദൈവം നീതിമാനായ ദൈവം ആയതുകൊണ്ട് ഒരു നീതിമാനെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ദൈവം ആ രാജ്യത്തെ വെറുതെ വിടില്ലേ എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഒരു നീതിമാനമെങ്കിലും ഉണ്ടെങ്കിൽ, ഒരാളെങ്കിലും നീതി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? അവരെ വെറുതെ വിടും തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ സോദോം ഗൊമോറ നശിപ്പിക്കാൻ പോവുക, അതിൻ്റെ അകത്ത് ഒരു നീതിമാനുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു എണ്ണമൊക്കെ അബ്രഹാം ദൈവത്തോടുള്ളൊരു വിലപേശൽ പോലെ, അല്ലേ? 45, 40, 35, 30. കർത്താവേ, ഒരെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ നീ ആ ദേശത്തെ ഒന്ന് നശിപ്പിക്കും. അത്രയും അധികം. കാരണം ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് അത്രയും ശ്രേഷ്ഠമാണ്, അത്രയും സ്നേഹമാണ് ദൈവത്തിനുള്ളത്. ദൈവം യോനാ പ്രവാചകം വന്ന് നിനവയെ നശിപ്പിക്കുമെന്ന് പ്രവചനം പറഞ്ഞ് നിനവയെ നശിപ്പിക്കാതിരിക്കുമ്പോൾ യോന ദൈവത്തോട് പറയുന്നുണ്ട്, എനിക്കറിയാം നീ ഭയങ്കര കരുണയുള്ളവനും ഞാൻ പോയി പ്രവചനം പറഞ്ഞ് ചീറ്റിപ്പോകുമെന്ന് എനിക്കറിയാം. പ്രവചനം സംഭവിച്ചു വർഷങ്ങൾക്ക് ശേഷം. പക്ഷെ യോന പറയുന്നുണ്ട്, ഈ ജനം കരഞ്ഞൊന്ന് നിന്നോട് അപേക്ഷിച്ചാൽ നീ കരുണ കാണിക്കുന്ന ജനം ദൈവമാണ്. അത്രയും അധികമാണ് നിന്റെ രീതി. അങ്ങനെ നോക്കുമ്പോൾ ദൈവം എന്നിട്ടും അത്രയും നീതിമാനായ ദൈവമായിട്ടും നമ്മൾ പിന്നെ നോക്കുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെട്ടു, അല്ലെ? ദൈവത്തിന്റെ നീതിപൂർവമായ പ്രവൃത്തി അവിടെ സംഭവിച്ചു. ആ ദേശം അനുഭവിക്കേണ്ടി വന്നു. നമ്മളവിടെ വചനത്തിൽ പറയുകയാണ്, ദുഷ്ടനെയും നീതിമാനെയും ദൈവം ഒരുപോലെയാണോ ശിക്ഷിക്കുന്നത്? അല്ല. നീതിമാന്റെ പ്രവർത്തിക്കത്തുള്ള
അനുഗ്രഹവും ശിക്ഷയുമാണ് ലഭിക്കുന്നത് എന്ന് ദൈവവചനം പറയുക. ജോബിന്റെ പുസ്തകം 34 അധ്യായം 11 വാക്യം. ജോബിന്റെ പുസ്തകം 34 അധ്യായം 11 വാക്യം. പ്രവൃത്തിക്കൊത്ത് അവിടുന്ന് മനുഷ്യന് പ്രതിഫലം നൽകുന്നു, അർഹതയ്ക്കൊത്ത് അവന് ലഭിക്കുന്നു. പ്രവൃത്തിക്കൊത്താണ് ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്നത്. സങ്കീർത്തനം 9 അധ്യായം 7-8 വാക്യങ്ങൾ. സങ്കീർത്തനം 9 അധ്യായം 7-8 വാക്യം. എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു, ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ കോടതികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ഉയരത്തിലിരിക്കുന്നത് ആരായിരിക്കും? ജഡ്ജായിരിക്കും അല്ലേ? താഴെ ഇരിക്കുന്ന, അതിൻ്റെ താഴെ വക്കീലന്മാർ, അതിൻ്റെ പുറകിൽ പിന്നെ ഉയരത്തിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരുത്തനുണ്ട്. അവനാണ് കുറ്റവാളി എന്ന് സംശയിക്കുന്ന വ്യക്തി. കോടതിയാണ് വിധിക്കേണ്ടത് കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളത്. സാക്ഷിക്കും അതുപോലെ തന്നെ മുകളിൽ കയറി എന്ന് പറയാം. പക്ഷെ ഇതിൻ്റെയൊക്കെ മുകളിലായിരിക്കും ആരിയിരിക്കുന്നത്? ജഡ്ജി ഇരിക്കുന്നത്. അവന്, ആ ജഡ്ജിനാണെങ്കിൽ ഒരു ചെയറും ഉണ്ട്, ജഡ്ജിൻ്റെ ചെയർ അല്ലേ, ചേംബർ. ആ ജഡ്ജിൻ്റെ ചെയർ കുറച്ചും കൂടെ വ്യത്യസ്തമാണ്, ആ രീതികളാണ്. ഇവിടെ ജോബിന്റെ പുസ്തകത്തിൽ പറയുകയാണ്, ദൈവം ആണ് ന്യായാധിപനായി സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ആ വാക്യം ഒന്നുകൂടി വായിച്ചോ. കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു. ആരാണ്? നമ്മൾ സത്യവേദപുസ്തകമാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ കുറച്ച് പേരുടെ സത്യവേദപുസ്തകമാണ്, കുറച്ച് പേരിൽ POC ആണ്. അതാണെങ്കിൽ സത്യവേദപുസ്തകത്തിൽ എന്താ കിടക്കുന്നത്? ആരും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ യഹോവ എന്നേക്കും സിംഹാസനത്തിൽ വാഴുന്നു, അവൻ എന്നേക്കും ന്യായം വിധിക്കുന്നവൻ അവനാണ് എന്നാണ് സങ്കീർത്തനം 9:7-8 വാക്യങ്ങൾ പറയുന്നത്. സങ്കീർത്തനം 50 അധ്യായം 3 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുക. 50 അധ്യായം 3 മുതൽ വാക്യങ്ങൾ. അവിടുത്തെ മുൻപിൽ സംഹാരാഗ്നിയുണ്ട്, അവിടുത്തെ ചുറ്റും കൊടുങ്കാറ്റ് ഇരമ്പുന്നു. തന്റെ ജനത്തെ വിധിക്കാൻ അവിടുന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. തൻ്റെ ജനത്തെ വിധിക്കുന്നവൻ യഹോവ തന്നെയാണ്. ഇത് തന്നെ 62:12 ഉണ്ട്, 98:9 ഉണ്ട്. സങ്കീർത്തനത്തിൽ തന്നെ ഒത്തിരി സമയത്ത് ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന വാക്കാണ് ദൈവം സിംഹാസനത്തിൽ, യഹോവ സിംഹാസനത്തിൽ, യഹോവ ന്യായാധിപൻ, അവൻ്റെ പ്രവൃത്തിക്കൊത്ത് വിധിക്കുന്നവൻ, കൃത്യമായി വിധിയേൽപ്പിക്കുന്നവൻ. ഇങ്ങനെ അനേക പഴയ നിയമ വചനങ്ങളുണ്ട് ഒത്തിരി. ഇനി 1-2 വചനം കൂടി നമുക്കൊന്ന് വായിച്ചു പോകാം. യെശയ്യാ 3:10-11 വാക്യം ഒന്ന് വായിക്കാമോ? യെശയ്യാ 3:10-11. നീതിമാന്മാരോട് പറയുക, നിങ്ങൾക്ക് നന്മ വരും, നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും. നീതിമാന് അവന്റെ പ്രവൃത്തിക്കൊത്തുള്ള നന്മയുടെ പ്രതിഫലം ലഭിക്കും. നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അനുഭവിക്കും. നിന്റെ പ്രവൃത്തിയുടെ ഫലം നീ അനുഭവിക്കും. ദുഷ്ടന് ദുരിതം, അവന്റെ മേൽ തിന്മ വരുന്നു. ദുഷ്ട, നീ വിചാരിക്കരുത് നിനക്ക് കരുണ ലഭിക്കുമെന്ന് കരുതരുത്. ദുഷ്ടന് ദുരിതം. എന്നിട്ട് പറയുകയാണ്, നിനക്ക് തിന്മ വരുന്നു, അവൻ ചെയ്തത് അവനോടും ചെയ്യും. നീ എന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത് അത് നിന്റെ തലയിൽ തന്നെ പതിക്കും. ദുഷ്ട, നീ ചെയ്തത് നിന്റെ ശിരസിൽ പതിക്കും. വ്യക്തമായിട്ട് വചനം പറയുക. നമ്മൾ ഈ വചനം വായിക്കുന്നവൻ അല്ലെങ്കിൽ വായിച്ചിരിക്കുന്നവൻ, ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ളവൻ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കണം. കർത്താവ്, ഇതെൻ്റെ തലയിൽ പതിക്കുമോ? ഇതെനിക്കിട്ട് പണി കിട്ടുമോ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകണം. ഞാനൊരു ധ്യാനം കഴിഞ്ഞപ്പം നമ്മുടെ കീഴമാണെന്ന് തോന്നുന്നു, ഒരു ധ്യാനം കഴിഞ്ഞപ്പം ഒരു ചെറുപ്പക്കാരൻ പയ്യൻ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. കരഞ്ഞുകൊണ്ട്, വളരെയധികം കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ചേട്ടാ, ഞാൻ ചെയ്തത് എൻ്റെ തലയിൽ പതിക്കുമെന്ന് അനേക വചനങ്ങളുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? കഴിഞ്ഞ നിസ്സാരം വർഷം കൊണ്ട് ഞാൻ ചെയ്തു വെച്ചത്, അതായത് അവൻ ചെയ്തിരിക്കുന്ന രീതികളും കാര്യങ്ങളും ഉണ്ട്. സ്വാഭാവികമായ അവനൊരു കേസിലെ പ്രതിയാണ്. അതിനുശേഷമുണ്ടായ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ 1000 കൂട്ടം കാര്യങ്ങളാണ് അവനിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അവൻ പറഞ്ഞു, എത്ര നിരപരാധികളായ കുടുംബത്തെയാണ് ഞാൻ തകർത്തിട്ടിരിക്കുന്നത്. ഇനി എവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റും? ഞാൻ ചെയ്തു വെച്ചത് എൻ്റെ തലയിൽ തന്നെ പതിച്ചാൽ ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും? ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനടാ, ഈ കഴിഞ്ഞ മാനസാന്തരപ്പെട്ട കാലം മുതൽ ഈ കഴിഞ്ഞ 1.5 വർഷം നീ വല്ലതും അനുഭവിച്ചോ? അവൻ പറഞ്ഞു, ചേട്ടാ, പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. എവിടെ ചോദിച്ചാലും, ഒരു ബാറിൽ കയറി ചെന്നു, 10 പൈസ വേണ്ട കള്ളുടിക്കാൻ, 10 പൈസ വേണ്ട, ചെല്ലുക, കുടിക്കുക, തിരിച്ചു പോരുക. എവിടെ ചെന്നാലും എൻ്റെ തലവെട്ടം കണ്ട പൈസ വരും, വെറുതെ പൈസ വരും. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിൽ
അപ്പുറത്തെ ചേട്ടൻ അയാളുടെ കാശ് കൊടുത്ത് മണ്ണടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ മണ്ണടിക്കുന്നതിന്റെ വണ്ടി വരുന്നതിന് മുൻപ് തലേ ദിവസം വന്ന് അളവൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് ഈ ചേട്ടൻ വന്നിട്ട് ഒരു 10,000 രൂപ എടുത്ത് എൻ്റെ തരിക. വെറുതെ ഒരു 10,000 രൂപ എടുത്ത് എൻ്റെ തരിക. എടാ അതെ എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അപ്പൊ ഇവൻ പറയും, ഞാൻ എന്തിനായി ഇവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഒരു പ്രോബ്ലം ഉണ്ടാക്കരുത്, വെറുതെ ഒരു 10,000 രൂപ അങ്ങോരുടെ കാശ് കൊടുത്ത് അങ്ങോരുടെ പറമ്പിൽ മണ്ണടിക്കുന്നതിന് ഇവന് നോക്കുകൂലി 10,000 രൂപ. കാരണം ഇവൻ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളൊരു, ഇവൻ ആയിരക്കണക്കിന് സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, പല സ്ഥലത്തും പോയി പൈസ വാങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ ചേട്ടൻ മുൻകൂട്ടി മോനെ 10,000 വെച്ചോ, തടസ്സമൊന്നും ഉണ്ടാക്കരുത്. അപ്പം അവൻ ചോദിച്ച കാര്യം, എത്രയോ അനീതിയായി ഞാൻ പ്രവർത്തിച്ചു, ഇത് എവിടെ തീരും എൻ്റെ പ്രശ്നം? ഇത് കഴിഞ്ഞ് മാനസാന്തരപ്പെട്ട 1.5 വർഷം അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങള്, ദുരിതങ്ങള് എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങൾ. അതായത് എപ്പോൾ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്നോ അന്നു മുതൽ കഴിഞ്ഞ വർഷങ്ങൾ ചെയ്തു വെച്ചത് ചെകുത്താൻ അടിക്കാൻ തുടങ്ങി, അടിയോടടി. അപ്പൊ അവൻ വീണ്ടും കരഞ്ഞ്, എന്നിട്ട് പിന്നെയും കർത്താവ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഈ അടി ഇനി എന്ന് നിൽക്കും? ഞാൻ ചെയ്തു വെച്ചത് മുഴുവൻ എൻ്റെ തലയിൽ വന്നാൽ ഞാൻ തീർന്നു, ഇല്ല ഞാൻ അവസാനിച്ചു, ഇത് മുന്നോട്ട് പോകത്തില്ല. ഞാൻ പറഞ്ഞാൽ ദൈവം കരുണാമയനാണ്, ദൈവം സ്നേഹമുള്ളവനാണ്. ചിലത് അവൻ ടാലിയാക്കും. പക്ഷെ അവൻ ടാലിയാക്കുമ്പോൾ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നിന്റെ പാപങ്ങൾ ക്രൂശിൽ വഹിച്ചവനാണ് നിന്നെ നീതിയോടെ വിധിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നിനക്കുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ രക്ഷയുടെ കവചം, നിന്റെ സ്നേഹത്തിന്റെ കവചം എന്ന് പറഞ്ഞ് ഞാൻ അവനെ ആശ്വസിപ്പിച്ചു വിട്ടു. ഇന്നും വിശ്വാസത്തിൽ നിൽക്കുന്നു, അവൻ എന്നും വിശ്വാസത്തിൽ നിൽക്കട്ടെ. നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. സഭാപ്രസംഗിയില്, എസെക്കിയേലില്, രാജാക്കന്മാരിൽ, ഇങ്ങനെ പഴയ നിയമത്തിൽ അനേക പ്രാവശ്യം ദൈവവചനം പറയുകയാണ്, യഹോവ കർത്താവ് ദൈവം നീതിയോടെ വിധിക്കുന്നവൻ, നീതിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, നീതിയോടെ തൻ്റെ ജനത്തെ വിധിക്കാൻ കഴിവുള്ള ഏക സത്യ ദൈവം യഹോവയായ സർവശക്തനായ കർത്താവ് മാത്രമെന്ന് പഴയ നിയമ പ്രവാചകന്മാർ മുഴുവൻ അക്ഷരം പ്രതി അനേക ദൈവവചനത്തിലൂടെ എഴുതി വച്ചിരിക്കുന്നു. ഇത് ദൈവവചനമാണെന്ന് നമുക്ക് ബോധ്യമുണ്ടല്ലോ, ഇല്ലേ? ദൈവവചനമാണെന്ന് നമുക്ക് ഉറപ്പില്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ദൈവവചനമാണെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു നിരീശ്വരവാദി, അദ്ദേഹത്തോടൊരു ക്രിസ്ത്യാനി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിയൊരു പറഞ്ഞൊരു കാര്യമാണ്, പഴയ നിയമം ദൈവത്തിൻ്റെ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പഴയ നിയമം ഓക്കെയാണ്, കാരണം അത് യേശുവും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുതിയ നിയമം ചുമ്മാ തട്ടിക്കൂട്ടിയതാണെന്നാണ് പുള്ളി പറയുന്നത്. അത് വെറുതെ തട്ടിക്കൂട്ടിയതാണ്. കാരണം യേശുവിന് ശേഷമാണ്, യേശുക്രിസ്തുവിന് വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളും ലേഖനങ്ങളും എല്ലാം എഴുതപ്പെട്ടത്. അതുകൊണ്ട് അത് തട്ടിക്കൂട്ടിയതാണ്. അപ്പം അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ, ലോകത്തെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പുസ്തകമോ ചരിത്ര ഗ്രന്ഥമോ, ഇപ്പോൾ നമ്മുടെ പ്ലേറ്റോനെ കുറിച്ചോ അരിസ്റ്റോട്ടലിനെ കുറിച്ചോ ശ്രീബുദ്ധനെ കുറിച്ചോ എന്ന് വേണ്ട, ചരിത്രപരമായ ഏതെങ്കിലും ഒരു വ്യക്തി ജീവിച്ചിരുന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ ജീവിത ചരിത്രങ്ങൾ ഏതെങ്കിലും ഒന്ന് വിശ്വസനീയമോ എന്നൊരു ചോദ്യം അദ്ദേഹത്തോട് നമ്മൾ തിരിച്ചു ചോദിക്കണം. അപ്പൊ അദ്ദേഹം പറയും അതൊക്കെ വിശ്വസനീയമാണ്, ഓക്കെയാണ്. എന്നാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ചരിത്രത്തിൽ ആ വ്യക്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തിനോട് ഏറ്റവും അടുത്ത് അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതിയ ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ മാത്രമേ ഉള്ളൂ. അതായത് ശ്രീബുദ്ധനെ കുറിച്ച് അദ്ദേഹം ജീവിച്ചിരുന്നതിനും 1000 വർഷങ്ങൾക്ക് ശേഷം എഴുതിയ സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയാ ബുദ്ധൻ ജീവിച്ചിരിക്കുന്നു. പ്ലേറ്റോ ജീവിച്ചിരുന്ന കാലത്തിനേക്കാൾ 1300 വർഷങ്ങൾക്ക് ശേഷം എങ്ങാണ്ടാണ് എഴുതിയിരിക്കുന്ന പുസ്തകം ഇരിക്കുന്നത്. അരിസ്റ്റോട്ടലിന് 500 വർഷമോ 600 വർഷമോ സംതിങ് എന്തോ കഴിഞ്ഞിട്ടുള്ള, ഇങ്ങനെ അവര് ജീവിച്ചിരുന്നതിലും വർഷങ്ങൾക്ക് ശേഷം എഴുതിയ, അതായത് 4, 5, 8, 10 തലമുറകൾക്ക് ശേഷം എഴുതിയ പുസ്തകങ്ങൾ വെച്ചിട്ടാണ് ഇവരൊക്കെ ചരിത്ര പുരുഷന്മാരാണെന്നും ജീവിച്ചിരുന്നെന്നും അത് സത്യമാണെന്നും ശരിയാണെന്നും നമ്മൾ എന്ത് ചെയ്യുന്നത്, അംഗീകരിക്കുകയും വാദിക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി ഇദ്ദേഹം ഒരു ചരിത്ര പുരുഷനായിരുന്നു, സത്യമാണെന്ന് മുഴു ലോകവും അംഗീകരിക്കുന്നത്. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് എത്ര കാലത്തിന് ശേഷമാണ് ഈ സുവിശേഷം എഴുതിയത്? ആദ്യത്തെ സുവിശേഷം എഴുതിയത് മർക്കോസ് എഴുതിയത് AD 55-നും 60-നും ഇടയിൽ. നമുക്ക് 60 എടുക്കാം. AD 33 യേശു മരിച്ചു, 30 എടുക്കാം. അപ്പോഴും 30 വർഷത്തിന്റെ കാലഘട്ടത്തിന് ഗ്യാപ്പിൽ എന്ത് എഴുതു? ഇത് എഴുതി. ഇനി ഈ എഴുതിയ പുസ്തകങ്ങളെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിച്ച സുവിശേഷം ഞങ്ങൾ എഴുതുന്നു.
അപ്പോൾ യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് എത്ര ദിവസം കഴിഞ്ഞപ്പോൾ പ്രഘോഷിക്കാൻ തുടങ്ങി? യേശു മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിട്ട് ഒരു 40 ദിവസം യേശു അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഒരു 10 ദിവസം കഴിഞ്ഞ് പെന്തക്കോസ്ത. 50 ദിവസത്തിന് ശേഷം എവിടെയാണോ യേശു ജീവിച്ചതും സഞ്ചരിച്ചതും പ്രവർത്തിച്ചതുമായ സ്ഥലങ്ങളിൽ പ്രഘോഷിച്ച സുവിശേഷമാണ് എഴുതപ്പെട്ടത്. അപ്പൊ അതിൻ്റെ ആധികാരികത യാതൊരു വിധത്തിലും തൊട്ടാൻ പോലും കഴിയാത്ത രീതിയിലാണ് വിശുദ്ധ ബൈബിളിൻ്റെ ആധികാരികത. തട്ടിക്കുട്ടി ഉണ്ടാക്കിയെന്ന് ഏതെങ്കിലും ഒരു എക്സ് മുസ്ലിമോ ഒരു നിരീശ്വരവാദിയോ പറഞ്ഞാൽ നമുക്ക് അതിനെ പുച്ഛം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ പഴയ നിയമ പുസ്തകങ്ങളിൽ മുഴുവൻ ദൈവത്തിന്റെ വചനം ആധികാരികമായി പറയുന്നു. ഒരു സിംഹാസനത്തെ കുറിച്ച്, ന്യായാധിപനെ കുറിച്ച്, ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് പഴയ നിയമം മുഴുവൻ നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കുന്നു. ഇനി നമ്മൾ പുതിയ നിയമത്തിലെ 1-2 വചനങ്ങളൊന്ന് വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 5:22 മുതൽ വാക്യം വായിക്കാം. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്ന പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവൻ ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഒരാളും പിതാവ് വിധിക്കുന്നില്ല. ആരാണ് വിധിക്കുന്നത്? പുത്രനാണ് വിധിക്കുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ മുഴുവൻ കണ്ടത് ആരാ വിധിക്കുന്നത്? ആരാണ് ന്യായാധിപൻ? ഈ ന്യായാധിപ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണ്? പിതാവ്, യഹോവ, ദൈവമാണ് അവിടെ എല്ലാം ന്യായാധിപ സംഘത്തിൽ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നത് എന്ന് പറയുകയാണ്. എന്നാൽ യേശു വന്നിട്ട് യേശു പറയുകയാണ്, പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവൻ ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. വായിക്കാം, താഴോട്ട് വായിക്കാം. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണിത്. അതായത് ഫോർ വാട്ട്, എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ ആരെ ആദരിക്കണം? പുത്രനെ ആദരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ ന്യായാധിപ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആരെ നീ ആരാധിക്കുകയോ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നത് പോലെ തന്നെ, there is no separation, they are equal. എങ്ങനെ നീ പിതാവിനെ സ്നേഹിക്കുന്നു, എങ്ങനെ നീ പിതാവിനോട് ബഹുമാനം കാണിക്കുന്നുവോ അതുപോലെ തന്നെ ആരോട് ബഹുമാനം കാണിക്കണം? പുത്രനോട്. അതായത് യേശു പച്ചയ്ക്ക് പറഞ്ഞു, ഐ ആം ദ ഗോഡ്. നീ പിതാവിനെ എങ്ങനെ ആരാധിക്കുന്നുവോ അതുപോലെ എന്നെ ആരാധിക്കണം. കാരണം ആരാണ് നിന്നെ വിധിക്കുന്നത്? ഞാനാണ് നിന്നെ വിധിക്കുന്നത്. പിതാവ് ആരെയും വിധിക്കുന്നില്ല, പുത്രനാണ് വിധി കൽപ്പിക്കുന്നത്, വിധിക്കുന്നത് എന്ന് വ്യക്തമായി ദൈവത്തിന്റെ വചനം പറഞ്ഞു. അതിന്റെ അടുത്ത വാക്യം വായിക്കാം. പുത്രനെ ആദരിക്കാത്തവരും അവനെ അയച്ച പിതാവിനെ ആദരിക്കുന്നില്ല. നീ പുത്രനെ ആരാധിക്കാതെ, പുത്രനെ ആദരിക്കാതെ, പുത്രനെ ബഹുമാനിക്കാതെ നീ ആരെ ബഹുമാനിക്കുന്നില്ല? പിതാവിനെ ബഹുമാനിക്കുന്നില്ല. അടുത്ത വാക്യം വായിച്ചോ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. 27-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 27. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. വിധിക്കേണ്ടവൻ മനുഷ്യപുത്രനാണ് വിധി കൽപ്പിക്കുന്നവൻ, വിധിക്കുന്നവൻ എന്ന് വ്യക്തമായി യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നു. വീണ്ടും നമ്മൾ വായിക്കുകയാണ് മത്തായി സുവിശേഷം 16-ാം അധ്യായം 27-ാം വാക്യം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 27-ാം വാക്യം. മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചപ്പോ മുഴുവൻ പറഞ്ഞത് എന്തോ? നീതിമാന്റെ പ്രതിഫലവും ദുഷ്ടന് അവന്റെ പ്രതിഫലം കൊടുക്കുന്നത് പ്രവർത്തിക്കൊത്തായിരിക്കും. അവൻ എന്തു പ്രവർത്തിച്ചോ അതനുസരിച്ച് യഹോവ സർവശക്തനായ ദൈവം അവന് പ്രവർത്തിക്കത്തുള്ള വിധി കൽപ്പിക്കും. അവന് വിധി കിട്ടുന്നത് അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ യേശു കൃത്യമായി പറയുകയാണ്. മത്തായി സുവിശേഷം 16-27 മുതൽ നമ്മൾ വായിക്കുമ്പോൾ യേശു പറയുകയാണ്, മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. മനുഷ്യപുത്രൻ ഒരു മഹത്വത്തിൽ വരും. സോ പിതാവിന്റെ മഹത്വത്തിൽ. ആരുടെ മഹത്വത്തിൽ? യഹോവയുടെ മഹത്വത്തിൽ. അതായത് ആ രണ്ട് മഹത്വം ഒന്നാണെന്ന്. എന്നിലുള്ള മഹത്വവും യഹോവയുടെ മഹത്വവും
ഒന്ന് തന്നെയായി ഞാൻ കടന്നു വരുന്ന ഒരു മഹത്വമുണ്ട്. ആ ഗ്ലോറിയിൽ ഞാൻ വരുമ്പോൾ അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് അവരുടെ പ്രവർത്തിക്കൊത്ത വിധി പ്രതിഫലം നൽകും. കൃത്യമായ വിധി കൽപ്പിക്കും. ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. 25-ാം അധ്യായം, അതായത് മത്തായി സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുക. 25-ന്റെ 31 മുതൽ. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടുകൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ. നമ്മൾ നേരത്തെ സങ്കീർത്തനം വായിച്ചപ്പോഴും ഏശയെ വായിച്ചപ്പോഴും അവിടെ ഒരു സിംഹാസനത്തെ കുറിച്ച് നമ്മൾ കണ്ടു. ആരുടെ സിംഹാസനം? യഹോവയുടെ, നീതിമാനായ യഹോവയുടെ മഹിമയുടെ സിംഹാസനം നമ്മളവിടെ കണ്ടു. ഇവിടെ യേശു പറയുകയാണ്, മനുഷ്യപുത്രൻ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോ തന്റെ സിംഹാസനത്തിൽ, അല്ലെ? ആ വാക്യം ഒന്നുകൂടി വായിച്ചോ മോനെ. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ, സകല ദൂതന്മാരോട് കൂടെ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്പൊ അവിടെയും ഒരു നീതിപൂർവമായ ഒരു സിംഹാസനത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഇത്രയും വായിച്ചിട്ട് ഒരു ചോദ്യം നമ്മുടെ ഹൃദയത്തോട് നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, ആരാണ് നമ്മളെ വിധിക്കുന്നത്? ആരാ വിധിക്കുന്നത്? പിതാവ് വിധിക്കോ, പുത്രൻ വിധിക്കോ? ആർക്കും ഉത്തരവില്ല. ലൂക്ക സുവിശേഷം 12-ാം അധ്യായം 14-ാം വാക്യം എടുക്കാം. ലൂക്ക 12:14. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? യേശുവിന്റെ മുമ്പിലേക്ക് ഒരു പ്രശ്നത്തെ ഒഴിവാക്കാൻ ചെന്നേക്കാം. നേരത്തെ നമ്മൾ കോഴിനെ ഉദാഹരണം പറഞ്ഞില്ലേ? കോഴി എന്ത് ചെയ്തു? ചത്തു. 2 പ്രശ്നമുണ്ട് അവിടെ. നിങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. കോഴി മരിച്ച ദിവസം എന്നാ? അല്ലെങ്കിൽ കോഴിനെ കല്ലെറിഞ്ഞ് കൊന്ന ദിവസം എന്നാ? ദുഃഖ വെള്ളിയാഴ്ച. അന്ന് ഞാൻ കോഴീനെ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചാലും പിന്നെ ഈ സാധനത്തിനെ കഴിക്കണമെങ്കിൽ ഈസ്റ്റർ വരണം. പിറ്റേ ദിവസം. അന്ന് ഫ്രിഡ്ജൊന്നും ഇല്ല നമ്മുടെ നാട്ടില്. എൻ്റെ നാട്ടിലൊന്നും ഫ്രിഡ്ജില്ല. ആകെ ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട അവിടുത്തെ പ്രമുഖനായ ആളുടെ വീട്ടിൽ മാത്രമേ ഫ്രിഡ്ജുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദുഃഖ ശനിയാഴ്ച നമ്മൾ എന്ത് ചെയ്യും? മല്ലയ്യ, വല്ലതും ചെയ്യാൻ പറ്റുമോ? കാരണം ഇറച്ചി കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇറച്ചി വേസ്റ്റ് ആവുന്നൊരു ദിവസത്തിലാണ് ഈ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ വിധിക്കുള്ളൊരു പ്രത്യേകത ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇവിടെ യേശുവിൻ്റെ അടുത്തേക്ക് തൻ്റെ സഹോദരന്മാരിലെ സ്വത്ത് ഭാഗം വയ്ക്കാതെ വന്നപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട്, കർത്താവേ, എൻ്റെ സഹോദരനോട് ആ സ്വത്തൊന്ന് വീതം വയ്ക്കുന്ന കാര്യത്തിൽ ഒരു നീതിപൂർവമായൊരു വിധി കൽപ്പിക്കണമെന്ന് യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ യേശു തിരിച്ചു പറഞ്ഞ മറുപടിയാണ് നമ്മളിപ്പോൾ വായിച്ചത്. ആ വാക്യം വായിച്ച പോലെ യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? യേശു പറയാ, ഞാൻ നിന്റെ ന്യായാധിപനൊന്നുമല്ല. ആരാ നിയമിച്ചേ? നിങ്ങളാ പറഞ്ഞ പുത്രൻ ന്യായാധിപനാണ്, പുത്രൻ വിധിക്കും, പുത്രനാണ് നിങ്ങളെ വിധിക്കുമെന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞു. എൻ്റെ ചോദ്യം ഇതാണ്, യേശുവിൻ്റെ മുമ്പില് സെയിം സിറ്റുവേഷൻ വന്നപ്പോ യേശു പറഞ്ഞു, എടാ, ആരാടാ നിന്റെ ന്യായാധിപതിയെ എന്നെ നിയമിച്ചേക്കണേ? ഞാൻ നിന്റെ ന്യായാധിപനും അല്ല, ആരുമല്ല, നീ പോടറക്കാന്ന് പറഞ്ഞു. അല്ലേ? പുറംകാലിനടിച്ചിട്ട് അവന് ഓടിച്ചു യേശു. അല്ലാണ്ട് യേശു നീതിപൂർവമായി 2 പേരും വരട്ടെ എന്നിട്ട് കൃത്യമായൊരു വിധി കൽപ്പിച്ചോ? 5 സെന്റ് ഇവന് ആക്കി, മറ്റേ ഫലപുഷ്ടമായ 5 സെന്റ് ഇവന് കിട്ടിയത് കൊണ്ട് വെള്ളം കിട്ടാത്ത ഒരു 12 സെന്റ് അവന് എന്ന് പറഞ്ഞിട്ട് യേശു വിധിച്ചോ? ഒന്നും ചെയ്തില്ല. യേശു ചോദിച്ചു, ആരാണ് നിന്റെ സ്വത്ത് ഭാഗം വയ്ക്കുന്ന ഒരു കാര്യസ്ഥനായി ആരാ നിന്നെ നിയമിച്ചേ? എന്നെ നീ നിയമിച്ചോ? അല്ലെ ദൈവം നിയമിച്ചോ? അടുത്ത വാക്യം വായിച്ചോ. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. എടാ ഉടായിപ്പേ, എടാ വൃത്തികെട്ടവനെ, നിന്റെയൊക്കെ അഹങ്കാരം, നിന്റെയൊക്കെ അത്യാഗ്രഹം, നിന്റെയൊക്കെ സ്വത്തിനോടുള്ള മോഹം നീ അങ്ങോട്ട് അവസാനിപ്പിച്ചോ. ഞാൻ നിന്നെ ന്യായാധിപനും അല്ല, ഞാൻ നിന്നെ വിധിക്കത്തുമില്ല എന്ന് യേശു വ്യക്തമായിട്ട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല. വീണ്ടും കൺഫ്യൂഷൻ. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല. ഇത് മൊത്തം കുഴയൊന്ന് കിടന്നിട്ട് കുഴച്ച് മറച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ നിന്റെ ന്യായാധിപൻ അല്ല എന്ന് യേശു പറഞ്ഞു ഒരുവനോട്. അതേ യേശു തന്നെ പറഞ്ഞു, നിങ്ങളെ പിതാവല്ല വിധിക്കുന്നത്, ഞാൻ വിധിക്കും.
വീണ്ടും വചനത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ ഞാൻ വിധിക്കും. അന്ന് ഞാൻ ന്യായാധിപ സിംഹാസനത്തിൽ ഞാൻ കയറിയിരിക്കും, ഞാൻ വിധിക്കും എന്ന് യേശു പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ യേശുവിനെ കുറിച്ച് ഇതാ സുവിശേഷം വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം പറയുകയാണ്, പുത്രൻ ഭൂമിയിലേക്ക് വന്നത് ശിക്ഷ വിധിക്കാനല്ല എന്ന് പറയാണ്. ഒന്നുകൂടി വായിച്ചോ, വചനം വായിച്ചോ. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്, പിതാവ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനേ അല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, നശിപ്പിക്കാനല്ല, തകർക്കാനല്ല, പിന്നെ എന്തിനാണ്? രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. യേശു വന്നത് രക്ഷിക്കാനാണ്, ശിക്ഷിക്കാനല്ല എന്ന് വചനം പറയുന്നു. ഒന്നുകൂടി വായിക്കാം, 12:47 വായിച്ചോ. നമുക്ക് എല്ലാത്തിനും 2 സാക്ഷ്യം വേണമെന്നാണല്ലോ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 47-ാം വാക്യം. എന്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല, കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. അപ്പൊ യേശു തന്നെ പറഞ്ഞു, സുവിശേഷകനായി യോഹന്നാൻ തന്റെ ആത്മീയ നിറവിൽ ദൈവവചനം പറയുന്നു, ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ശിക്ഷ വിധിക്കാനല്ല എന്ന് പറഞ്ഞു. ഇനി യേശു തന്നെ അതിന് കൃത്യമായി പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ശിക്ഷ വിധിക്കാനല്ല എന്ന് പറഞ്ഞു. ഒന്നുകൂടി വായിച്ചോ, 12:47 ഒന്നുകൂടി വായിച്ചോ. എന്റെ വാക്കുകൾ കേൾക്കുന്നവൻ, ഞാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ലെങ്കിലും, നീ അനുസരിച്ചില്ലെങ്കിലും, നീ വളഞ്ഞ വഴി പോയാലും, നീ തിന്മ ചെയ്താലും ഞാൻ അവനെ വിധിക്കുന്നില്ല, ഞാൻ നിന്നെ വിധിക്കുന്നൊന്നുമില്ല, ഞാനായിട്ട് ഒരു വിധി കൽപ്പിക്കുന്നില്ല. എന്നിട്ട് പറയാണ്, കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല, ഞാൻ വന്നിരിക്കുന്ന ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. ഇത്രയും നേരം ആത്മാർത്ഥരോട് ഇരുന്നിട്ട് ഇനി ഉറങ്ങരുത്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തുവാ, യേശു നീ എന്ത് പാപം ചെയ്താലും യേശു നിന്നെ ഒന്നും ചെയ്യുന്നില്ല. അത് കേട്ടുകൊണ്ടിരുന്ന് ഉറങ്ങും. എന്നിട്ട് പറയും, ഡസ്റ്റിൻ ബ്രദർ ക്ലാസ് എടുത്തു, യേശു ശിക്ഷിക്കൊന്നുമില്ല, നീ എന്ത് ഉടായ്പും കാണിച്ചോ, നീ എന്ത് വൃത്തിയേടും കാണിച്ചോ, നീ എന്ത് പ്രശ്നവും കാണിച്ചോ, ഒരു കുഴപ്പമില്ലെന്ന് ഡസ്റ്റിൻ ബ്രദർ ക്ലാസ് എടുത്തു. അതുകൊണ്ട് ഞാനിനി ഉടായ്പായിരിക്കുമെന്ന് വീട്ടിൽ പോയി പറയരുത്. എടാ നിന്നോടാ പറഞ്ഞ് എഴുന്നേറ്റിരുന്നോ. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിലും ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാൻ നിന്നെ ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല, ഞാൻ ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ നിങ്ങളൊരു തീർപ്പുണ്ടാക്കി ഈ കാര്യത്തിന്. പിതാവ് പറയുന്നു, പിതാവ് സിംഹാസനത്തിലിരിക്കുന്നു, ന്യായാധിപനാണെന്ന് പിതാവ് പറയുന്നു. പുതിയ നിയമത്തിൽ പുത്രൻ പറയുന്നു, പുത്രൻ ശിക്ഷയ്ക്ക് വിധിക്കും, പുത്രൻ തന്നെ ശിക്ഷിക്കും എന്ന് യേശു പറഞ്ഞ വാക്യങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നു. എന്നാൽ അതേ കാര്യത്തിൽ തന്നെ ഇപ്പുറത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയാണ്, ഞാൻ ആരെ ശിക്ഷിക്കുന്നൊന്നുമല്ല, നീ പറഞ്ഞാൽ കേൾക്കുകയോ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കുകയോ നീ എന്താന്ന് വെച്ചാൽ കാണിക്കുക എന്ന് ഇപ്പുറത്ത് പറഞ്ഞിരിക്കുന്നു. നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കുക, എന്ത് വേണം? ആരെപ്പോൾ ശിക്ഷിക്കുന്നത്? പിതാവാണോ? പുത്രനാണോ? പിൻ ഡ്രോപ്പ് സൈലന്റ്. ഒച്ചുണ്ടാക്കുക, എന്തെങ്കിലും പറയേ. സാരേ ജഹാംസെ അച്ഛാന്ന് മാത്രം പറയരുത്. എന്തെങ്കിലും പറയാൻ ഉദ്ദേശിച്ചത് ഇതിനെ പറ്റി ഒരു അഭിപ്രായം പറയും. ദൈവവചനത്തിൽ ഈ പറഞ്ഞ കാര്യത്തെപ്പറ്റി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയും. കാരണം മത്തായി സുവിശേഷകൻ പറഞ്ഞു യേശു ശിക്ഷിക്കും, യേശുവാണ് ശിക്ഷിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇതിനെ വായിച്ചു, യേശു പുത്രൻ ശിക്ഷിക്കും എന്ന് കൃത്യമായിട്ട് നമ്മൾ വായിച്ചു. അതേ യോഹന്നാൻ തന്നെ 2 സ്ഥലത്ത് പറഞ്ഞേക്കാം പുത്രനോട് ശിക്ഷിക്കുന്നില്ല. ഇതിപ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കുക, ആരാണ് എപ്പോഴാണ് എങ്ങനെയാണ് ശിക്ഷിക്കുന്നത്. ഒന്ന് സ്തുതിച്ചേ, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉറങ്ങരുതേ, ശ്രദ്ധയോടെ ഇരിക്കണം. അപ്പോൾ ആരാണ് ശിക്ഷിക്കുന്നത്, ആരാണ് ന്യായാധിപൻ എന്ന് നമുക്ക് അറിഞ്ഞേ പറ്റൂ. അപ്പസ്തോലന്മാർ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പസ്തോല പ്രവൃത്തി 10-ാം അധ്യായം 42-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. അപ്പസ്തോല പ്രവൃത്തി 10-ാം അധ്യായം 42-ാം വാക്യം. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ്. ആമേൻ. ആരെയാണ് നിയോഗിച്ചിരിക്കുന്നത്? നമ്മളതിൻ്റെ ഒരു 2 വാക്യം മുതൽ മുകളിലേക്ക് ഒന്ന് വായിക്കുകയാണ്. 40 മുതൽ ഒന്ന് വായിച്ചാൽ അതാരാണെന്ന് നമുക്കൊന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്നാൽ ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. എല്ലാവർക്കുമല്ല, സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. ഇത് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം എന്താണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് അവിടെ പറയുന്നത്. എന്നിട്ട് 42-ാം വാക്യം പറയുകയാണ്, ദൈവം അവനെ ലോകത്തെ ശിക്ഷിക്കാൻ വേണ്ടി തന്നെ നിയമിച്ചു എന്ന്, അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? 3-ാം ദിവസം ഉയർപ്പിക്കപ്പെട്ടവൻ ആരോ അവനാണ് വിധികർത്താവായി
ദൈവം നിയമിച്ചിരിക്കുന്നത്. ന്യായാധിപനായി നിങ്ങളെ നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരുവനായി ദൈവം വച്ചിരിക്കുന്നത് അവനാണെന്ന് അപ്പസ്തോലന്മാർ പറയുന്നു. അപ്പൊ നമ്മൾ ആരെ വിശ്വസിക്കണം? യേശു തന്നെ രണ്ടഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അപ്പസ്തോലന്മാർ ഇവിടെ വേറൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിതാവ് പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞു, പുത്രൻ പറയുന്നു ഞാനാണെന്ന് പറഞ്ഞു, അതേ പുത്രൻ തന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ പറഞ്ഞു ഞാനല്ല എന്ന് പറഞ്ഞു. ഇത് അപ്പസ്തോലന്മാർ പറയുന്നു അത് അവൻ തന്നെയാണെന്ന് പറയുന്നു. ഓക്കെ, അടുത്ത വാക്യം വായിക്കാം. 17-ാം അധ്യായം 31-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 31-ാം വാക്യം. എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇതിന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഒരു കാര്യം വ്യക്തമായിട്ട് പറയുക, അതായത് ഒരുവൻ ഉയർപ്പിക്കപ്പെട്ടു, അവനാണ് വിധികർത്താവ് എന്ന് വ്യക്തമായി വീണ്ടും ഇവിടെ അപ്പസ്തോലൻ വ്യക്തമാക്കുക. ആ പറഞ്ഞ കാര്യം എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇതിന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. യേശു ഉയർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശു തന്നെയാണ് ശിക്ഷ വിധിക്കുന്നത്, യാതൊരുവിധ മാറ്റവും ഇല്ല. ഒന്ന്, കാരണം അവനെ ഉയർപ്പിച്ചു, അവൻ തന്നെയാണ് ശിക്ഷയ്ക്ക് വിധിക്കുന്നത്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്, അതിന് ദൈവം ഒരു ദിവസം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ചാണ് യോഹന്നാൻ 3:17 നമ്മൾ വേറൊരു വാക്യങ്ങളും വായിച്ചല്ലോ 12. ആ 2 വാക്യങ്ങളും പറയുന്നത് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പകരം രക്ഷിക്കാനാണ്. യേശുവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? രക്ഷ എന്ന വിഷയം മാത്രമേ ഉള്ളൂ. അവൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്, ഈ ഭൂമിയിൽ മറിയത്തിന്റെ ഉദരത്തിൽ പിറന്ന് 33.5 വർഷക്കാലം അവന്റെ പരസ്യ ജീവിതകാലം, അവന്റെ പ്രബോധനങ്ങൾ, അവന്റെ കാൽവരി ക്രൂശിലേക്കുള്ള നടപ്പ്, അവന്റെ ക്രൂശീകരണം, ഇത് മുഴുവൻ നിന്നെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? രക്ഷ എന്ന ഒറ്റ വിഷയമേ ഉള്ളൂ. അതാണ് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നും അവൻ വന്നത് ശിക്ഷയ്ക്ക് വിധിക്കാനല്ല എന്നും പറയുന്നതിന്റെ കാരണം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 3:17 നമ്മൾ വായിച്ചു. 18-ാം വാക്യം പറയുന്നത് പ്രകാശം ലോകത്തിലേക്ക് വന്നു, ആ പ്രകാശത്തെ സ്വീകരിക്കുന്നവൻ രക്ഷ പ്രാപിക്കും, പ്രകാശത്തെ സ്വീകരിക്കാത്തവൻ ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ്. അത് വായിച്ചോ? 3:17-18 ഒന്നും കൂടി വായിച്ചോ? യോഹന്നാൻ 3:17-18 നമുക്കതൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി പോകുന്നതായിരിക്കും നല്ലത്. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അതായത് പുത്രനെ അയച്ചത് എന്ന് പറയുമ്പോൾ പുത്രൻ എങ്ങനെയാ വന്നത്? പിതാവിന്റെ അതേ മഹത്വത്തിലാണോ? ഏത് മഹത്വത്തിലാ വന്നേ? ആ മഹത്വത്തിൽ നിന്നും താണിറങ്ങി വന്നു. എന്നാൽ അവൻ ദൈവമല്ലേ? ദൈവം തന്നെയാണ്. കാരണം അവൻ ദൈവിക പ്രവൃത്തികൾ തന്നെയാണ് ചെയ്യുന്നത്. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അത് ഫിലിപ്പി ലേഖനം വ്യക്തമാക്കി പറയുന്നുണ്ട് ആ കാര്യം. ഓക്കെ, അപ്പോ ആ ദൈവം അങ്ങനെ ഭൂമിയിലേക്ക് പുത്രൻ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശിക്ഷ വിധിക്കാനാണോ? അല്ല, രക്ഷിക്കാനാണ് എന്ന് വ്യക്തമായി വചനം പറയുന്നു. അടുത്ത വാക്യം വായിച്ചോ, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആവും. അവരിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല, വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി എന്ന് പറഞ്ഞു തുടങ്ങുന്ന വാക്യം ഏതായിരുന്നു? അടുത്ത വാക്യം. ഓക്കെ, ഇതാണ് ശിക്ഷാവിധി. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. പ്രകാശം ക്രിസ്തു ലോകത്തിലേക്ക് വന്നു, എന്നിട്ടും മനുഷ്യൻ ആ പ്രകാശത്തെ സ്വീകരിക്കാതെ അന്ധകാരത്തെ സ്വീകരിച്ചു. ഇപ്പൊ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക, ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ നമ്മെ തന്നെ തിരിഞ്ഞു നോക്കുക. നമുക്ക് ഏതാണ് ഇഷ്ടം? പ്രകാശമാണോ അന്ധകാരമാണോ? വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, വെളിച്ചം. രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് പ്രകാശം ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ലൈറ്റ് ഇട്ടിട്ട് കിടന്നുറങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു പേടിയുണ്ടാണോ? എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് അന്ധകാരമാണോ ഇഷ്ടം, പ്രകാശമാണോ ഇഷ്ടം? പക്ഷേ പാപം ചെയ്യുന്നവന് പ്രകാശം ഇഷ്ടമല്ല. കള്ളന് ഏതാ ഇഷ്ടം? ഇരുട്ടാണ്. അവന് രാത്രി അവൻ്റെ ജോലി തുടങ്ങുന്നത് എപ്പോഴാണ്? അവന് ഫുൾ ടൈം നൈറ്റ് ഡ്യൂട്ടിയാണ്. ഡേ ഡ്യൂട്ടി എന്ന് പറയുന്ന സാധനം ഇല്ല അവന്. ഡേ ഡ്യൂട്ടി ഉണ്ട്, പകൽ അവൻ പോയി സ്ഥലം കണ്ടുവച്ച് അവസരം കണ്ടെത്തി എവിടെയാണ് സാഹചര്യം ഇതൊക്കെ അവൻ കണ്ടുവയ്ക്കും. പക്ഷെ അവൻ്റെ മെയിൻ ഡ്യൂട്ടി നടക്കുന്ന സമയം
നൈറ്റാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, പ്രകാശത്തിൽ ജീവിക്കുന്നവന് ശിക്ഷാവിധിയില്ല, പക്ഷെ അന്ധകാരത്തിൽ ജീവിക്കുന്നവന് ശിക്ഷാവിധിയുണ്ട്. പ്രകാശത്തെ സ്വീകരിക്കുന്നവന് ശിക്ഷാവിധിയില്ല, അന്ധകാരത്തെ സ്വീകരിക്കുന്നവന് ശിക്ഷാവിധിയുണ്ട്. വ്യക്തമായിട്ടാണ് പറയുന്നത്. നീ പ്രകാശത്തിലാണെങ്കിൽ, പ്രകാശത്തിൻ്റെ പ്രത്യേകത, പ്രകാശത്തിൻ്റെ പ്രകടം എന്ന് പറയുന്നത് സ്നേഹമാണ്. പ്രകാശം അതിൻ്റെ പ്രകടമായ സംഭവം സ്നേഹമാണ്. യാതൊരു വിധത്തിലും അതിന് അന്ധകാരത്തിന് സ്ഥാനമില്ല. അന്ധകാരത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം വിദ്വേഷമാണ്. എപ്പോഴും എല്ലാത്തിനെയും വെറുക്കുക എന്നുള്ളതാണ് അന്ധകാരത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല, നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ